ചെറിയ കാര്യം പറഞ്ഞുതരാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതിന്റെ അടി നെഗറ്റീവ് കമന്റ്സ് ഇടരുത്. പിന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്കാർക്ക് എന്ത് കണ്ടാലും മഞ്ഞപ്പിത്തമായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം കമന്റ് ചെയ്യുക. MALLU 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 MALLU. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇന്നലെ ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മളെ പ്രണവിനെ പറ്റിയിട്ട് എന്നൊരു വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ എനിക്ക് കുറേ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ പോസിറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ വന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ പറയാട്ടോ. ഇന്നലെ ഞാൻ അവരുടെ വീഡിയോസിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ ഞാൻ പ്രവീൺ ബ്രോയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ അതായത് ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നൂസിൻ്റെ ഇതുപോലെ പ്രൊമോഷൻ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാൻ വേണ്ടി നമ്പർ. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോയ്ക്ക്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത്രയുള്ള കോൺടാക്ട് അങ്ങനെ സംസാരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടു, എന്നെ റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ കണ്ടു. അപ്പോഴാണ് തോന്നിയത് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നിയത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിൽ ഓരോ നമ്മൾ കമൻറ്റ്സ് ചെയ്യുന്ന ഓരോ ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്രവീൺ എന്ന് പറയുന്ന ബ്രോ മിഞ്ഞാന്ന് ഒരു വീഡിയോ ഇട്ടു. അതായത് മിഞ്ഞാന്ന് ആദ്യം പേര് ഇതായി നടൊരു വീഡിയോ ഇട്ടു. അതായത് പിന്നെ അത് അഡ്രസ്സ് ഇല്ല നമ്മുടെ വീഡിയോ ഇട്ടു. അതിൻ്റെ അടിയിൽ കുറേ പോസിറ്റീവ് കമൻറ്റ്സ്. എന്നിട്ട് മറ്റേ പയ്യൻ, അതായത് ഇവരുടെ അനിയൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഇവരെ അമ്മയും മക്കളും പാടെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഇത് ഞാൻ എന്തിനാ പറയണമെന്ന് ഒന്നൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അവസാനത്തേക്ക് ഞാൻ പറയാം. അപ്പോൾ അവൻ്റെ അമ്മയും അവനൊക്കെ പാടായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടു. അതായത് ആ ബ്രോയിൻ്റെ അച്ഛനും അമ്മയൊക്കെ പാടെ ഒരു വീഡിയോ ഇട്ട് ഇങ്ങനെ എൻ്റെ ചേട്ടനാണ് അങ്ങനെയൊക്കെ. ഞാൻ ഇന്നലെ അവരെ വീഡിയോസ് ഫുള്ള് ഇന്നലെ രാത്രി ഇന്നിട്ട് ഞാൻ ഫുള്ള് ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതോടെ പറയുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും പാടെ ആ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് പോസിറ്റീവ് കമൻസും ഇവിടെ കുറേ നെഗറ്റീവ് കമൻസും ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കി, ഞാൻ കമൻസ് കണ്ടിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇതിൽ കമൻസ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്, എന്നെ പറ്റിയിട്ടല്ല. കമൻസ് ചെയ്യുന്ന ഓരോ ആൾക്കാരെ പറ്റിയിട്ടാണ്, പല ആൾക്കാരുടെ മാറ്റങ്ങളാണ് പറയുന്നത് ഞാൻ. അപ്പോൾ ഇന്നലെ അവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ രാവിലെയാണ്. ഇതുവരെയ്ക്ക് അതായത് അവൻ്റെ അനിയൻ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ പോസിറ്റീവ്, അത് അങ്ങനെയാണ് ഇങ്ങനെ പറയും പോസിറ്റീവ് കമൻറ്റ്. ഇന്നലെ പ്രവീണ് വീഡിയോ ഇട്ടു. അതായത് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ആയിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ഇന്നലെ നൈറ്റ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. എന്നെ അറിയാമായിരുന്നു വിളിച്ചപ്പോൾ തന്നെ. അപ്പോൾ ഓക്കെ അല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രോ ഓക്കെ, അത് വിട്, പ്രശ്നമില്ല. അപ്പോൾ ഇന്നലെ പ്രവീൺ ബ്രോ വീഡിയോ ഇട്ടപ്പോൾ ഈ പ്രവീൺ ബ്രോന്റെ വീഡിയോന്റെ അടിയിൽ ഫുൾ പോസിറ്റീവ് കമന്റ്സും അതുപോലെ തന്നെ മറ്റേ അവന്റെ പ്രണവിന്റെ വീഡിയോന്റെ അടിയിൽ ഞാൻ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് തെറി കമന്റ്. മറ്റേ ഞാൻ ഇന്നലെ ന്യൂ കമന്റ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ അടിയിൽ നിന്നെ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞാണ്, ഇങ്ങനെ പറഞ്ഞാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചേതാണ്, ഒടുക്കത്തെ തെറി കണകള്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണോ ചെയ്യുന്നത് എന്ന് ഇപ്പം ഞാൻ ഇതിന് മുന്നേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ല 10 മിനിറ്റ് അല്ല നമ്മളൊരു മറ്റേ യൂട്യൂബിൽ കാണുന്നതല്ല ശരിക്കും നമ്മളെ ലൈഫ്. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കണ്ടോ, ഇപ്പം ഞാൻ ഇതിന് മുന്നേ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, 2 പേര്, അതായത് ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ 2 ഭാഗം കേട്ട് 2 ഭാഗം കേട്ടിട്ട് വേണം ഒരാളിനെ തെറി പറയാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നലത്തെ പ്രവീണിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതായി. കാരണം അടിച്ചു ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഓപ്പോസിറ്റ് ആൾ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നിങ്ങൾ ആരും കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഇതിൽ കമന്റ്സ് ചെയ്യുന്ന ആൾക്കാരുടെ വ്യത്യാസങ്ങളാണ് പറയേണ്ടത്. കാരണം ഇവിടെ തെറി പറഞ്ഞ അതേ ആൾക്കാർ അവിടെ പോയിട്ട് പിന്നെ ഓൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് പറയുമ്പോൾ അവിടെ പോസിറ്റീവ്. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ? അതെന്ന് ചോദിച്ചാൽ എന്തെങ്ങനെ മറ്റൊരാളെ കാര്യത്തിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഇടപെടാനും സംസാരിക്കാനും. ഇപ്പം ഇതിൽ കുറേ പേര് പറഞ്ഞിട്ട് നീ അത്ര പുണ്യാളനാവണ്ട, നീ അത്ര ഇതാവണം എന്നൊക്കെ എൻ്റെ ഇത് പറഞ്ഞു. ഞാനൊരിക്കലും ഇതിൽ കയറിയിട്ട് ഇടപെടുക, എനിക്കിതിൽ കയറി സംസാരിക്കാനും വലിയ ഇൻട്രസ്റ്റ് ആയിട്ടൊന്നുമല്ല. എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമന്റ്സ് വന്നത് കൊണ്ടാണ് ഞാൻ ഇതിൽ കയറി സംസാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ കയറി സംസാരിച്ചത്. അല്ലാതെ ഞാൻ ഇതുവരെയ്ക്ക് മറ്റുള്ള ഇപ്പം എന്നെ ആരെങ്കിലും ട്രോൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കല്ലാതെ ഇതേപോലെയുള്ള മറ്റുള്ള ഒരു യൂട്യൂബേഴ്സിനെ വെച്ചിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 6 വർഷമായി. ഇതുവരെയ്ക്കും ഞാൻ ഒരാളേനെ ഞാൻ ഇതുപോലെ എന്നെ റിയാക്ട് അതായത് എന്നെ കുറ്റം പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ മീൻസ് വീഡിയോ ചെയ്യാനല്ലാതെ ഞാൻ വേറെ ഒരാളെടുത്തും സംസാരിക്കാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇതെനിക്ക് ഇന്നലെ അത്ര ഇത് വന്നോ. കാരണം അവരെ വീഡിയോക്ക് അത്ര ഇതുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് എന്നോടൊന്ന് ചോദിക്കൊണ്ട് എനിക്ക് അതുമായിട്ട് യാതൊരു. പിന്നെ തംബ്ലൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങളെ പോലെ എന്നെ അവരിനെയും പാടെ വെച്ചിട്ട് തംബ്ലൈന് വെച്ചത് കൊണ്ട് മാത്രമാണ് മറ്റേ ഞാനത് വീഡിയോ ചെയ്തത്. അല്ലാതെ എനിക്ക് ഇതിൽ വീഡിയോ ചെയ്യാനോ അവരെ വെച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യങ്ങളൊന്നും എനിക്കില്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ യൂട്യൂബ് തോന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ അവരുടെ വീഡിയോസും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫുള്ള്
ഫുൾ അവരെ വെച്ചുള്ള വീഡിയോ ആണ്. അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, ഇവർ ചെറ്റയാണ്, തെണ്ടിയാണ്, അവന്റെ അനിയന്മാർ അങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്തു. എല്ലാവരും എന്തിനാ ചെയ്യണത്? എല്ലാവരും വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഞാനായിരുന്നു വരാ, അതിന്റെ മുന്നേ ഓരോ ആൾക്കാരെ വരാ. ഇപ്പോൾ ഇതിൽ കമന്റ്സ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ യൂട്യൂബേഴ്സും എല്ലാ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും അവർക്ക് പൈസയ്ക്ക് വേണ്ടി ചെയ്യാണ്. അല്ലാതെ ആരും അവൻ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് ആക്കട്ടെ എന്ന് ഈ പറഞ്ഞ ഞാൻ പോലും കൂടി ഈ വീഡിയോന്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ പോലും കൂടി എനിക്ക് പേയ്മെന്റ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇതിൽ കയറി എനിക്ക് സംസാരിക്കേണ്ട ഒരു ഇതുമില്ല. കാരണം അത് സംസാരിക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ. ഇതില് ചില ആൾക്കാർ പോസിറ്റീവ് ഉണ്ട് കേട്ടോ, എല്ലാവരും കുറ്റം പറയല്ല ഞാൻ. പക്ഷേ എന്റെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ആ ഒരു വിഷയം എടുത്തിട്ട് എന്റെ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ ഉപരി നമ്മളെ വെച്ചിട്ട് നമ്മളെ പോലെ തന്നെ ഫാമിലിയുടെ പാതയിലൂടെ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങളത് ഫേക്ക് കളിച്ചതാണ്, അത് കളിച്ചാണ്, ഇത് കളിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് അറിയോ അത് ഫേക്ക് ആണെന്ന്? അതാണ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എന്നുള്ള ആൾക്കാരുടെ ഇതിലുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അത് നമ്മൾ കാണിച്ചു തരുമ്പോൾ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർ പറയുമ്പോഴും കേൾക്കുമ്പോൾ, ഇപ്പൊ അതിന് മുന്നേ ഞാൻ പണ്ടുണ്ടായിരുന്നു, എന്റെ അത് പ്രശ്നം നടന്ന സമയത്ത് എന്റെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞിട്ട് അന്ന് ഇതുപോലെ കൈസ് ബ്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വീഡിയോ ഇട്ടപ്പോ എന്റെ ഓട്ടോ സ്റ്റാൻഡിൽ ഓടുന്ന ആള് പറഞ്ഞു ഇവൾ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് പച്ച കള്ളാണ്. കാരണം ആ നായിന്റെ മോന് മറ്റേ എന്റെ സ്റ്റാൻഡിലുള്ളവനെ ഓനോട് ഞാൻ പോയി ചോദിച്ചു, പോൻ്റെ അടുത്ത് പറഞ്ഞത് ഓൻ അന്ന് വോയിസ് അയച്ചിട്ടില്ല എന്നാ പറഞ്ഞ കൈസിന് വോയിസ് അയച്ചതിന്റെ സ്ക്രീൻ റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കാണിക്കാം. ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ സ്റ്റാൻഡിലുള്ള. ഞാൻ ഓനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓനല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ആ വിഷയം എടുത്തു. ഇപ്പൊ ഞാൻ ആ വിഷയം വിട്ടാണ് പിന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നു പോയിട്ടില്ല. എന്റെ സ്റ്റാൻഡിൽ ഏട്ടന്മാരൊക്കെ പാടാന്ന് അവൻ്റെ അടുത്ത് സംസാരിച്ചതായിരുന്നു. ഞാൻ അത് ഓനെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മളിതിലുള്ള കാര്യങ്ങൾ നമുക്കേ അറിയുള്ളൂ. അതായത് ഏതൊരാളുടെ ജീവിതത്തിലുണ്ടാണ് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നമുക്കാണ് അത് കറക്റ്റ് അറിയുള്ളൂ. മറ്റൊരാൾക്ക് അത് നോക്കി കാണുമ്പോൾ മറ്റേ പറയില്ലേ, കണ്ടോന്റെ അമ്മയ്ക്ക് പ്രാന്താകുമ്പോ കണ്ടിരിക്കാൻ നല്ല ഭംഗിയായിരിക്കും, അത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യം എന്താണെന്ന് ചിലർക്ക് വ്യക്തമായിട്ടില്ലേ, നമ്മൾ നല്ല പുള്ളികളാണെന്നല്ല അതെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞില്ല. പക്ഷെ ഞാനും പരമ ചെറ്റയാണ്, അങ്ങനെ കരുത് നിങ്ങൾ. ഓക്കെ, എനിക്ക് അത്ര വലിയ ഞാൻ അത്ര വലിയ ഞാൻ അത്ര വലിയ ഇതെന്നല്ല പറയണത്. നിങ്ങൾ ആരും ചിന്തിക്കേണ്ട കാര്യം, രണ്ട് ഭാഗം കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കുക. എന്തിനാണ് ഇപ്പൊ ഞാൻ ഇന്നലെ ജസ്റ്റ് കമന്റ്സ് നോക്കിയപ്പോ തന്നെ ഇവരുടെ വീഡിയോന്റെ അടിയിൽ അത്രയും പോസിറ്റീവ്, അവിടെ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർ അവിടെ പോയിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നു. എന്തിന്? ഇത് ഇപ്പൊ അവര് പറഞ്ഞു. ഇപ്പൊ ഞാനൊരു അഭിപ്രായം പറയാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ പ്രവീൺ ബ്രോന്റെ കൂടെ തന്നെയാണ് ഞാനും. കാരണം എനിക്കും അതങ്ങനെ തോന്നി, കാരണം വീഡിയോ തെളിവ് സഹിതം ഇട്ടപ്പോ. പക്ഷെ അവർക്ക് പറയാനുള്ളതുകൊണ്ട് കേൾക്കണം. നിങ്ങൾ അത് കേൾക്കുന്നതിന് മുന്നേ എന്തിനാണ് അവിടെ പോയിട്ട് തെറി വിളിക്കുന്നത്? ഞാൻ മറ്റേ അവര് ഇതുവരെയ്ക്ക് വീഡിയോ ഇട്ടിട്ടില്ല. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഇന്ന് വൈകുന്നേരത്തെ 7 മണി 7 മണി തൊട്ടായിരിക്കും. ഇതാണ് ആളുകള്, മനസ്സിലായോ? ഇതാണ് കാരണം വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും എന്താണോ അപ്പൊ കാണുന്നത് അവനാണ് തെറി വിളിച്ചോണ്ട് പോവുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് അവിടെ അങ്ങനെ ഞാൻ പോലും കൂടി ഒരു വീടിൻ്റെ അടിയിൽ നെഗറ്റീവ്. കാരണം ഞാൻ ഇന്നലെ അടക്കം ഇതേപോലെ എൻ്റെ കൂടുതൽ കുറേ ആൾക്കാർ പറഞ്ഞോടാ അങ്ങനെ ആ ഫാമിലി എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും മറ്റേ പറഞ്ഞ കാര്യം എന്താ അറിയോ, എടാ അവർക്കും പറയാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കില്ലേ, അവർ വീഡിയോ വരട്ടെ, കണ്ടിട്ട് നമുക്ക് നോക്കി നോക്കാം. പക്ഷെ ഇന്നലത്തെ ഞാൻ പിന്നെയും പറയുന്നു, ഇന്നലത്തെ പ്രവീണിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനും. പക്ഷേ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ അവർക്ക് പറയാനുള്ളതും കേട്ടിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. അപ്പം ഞാൻ പറയാ, എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനോ അതാക്കാനോ ഒരു താല്പര്യമില്ല. ഇതിനെ പറ്റിയിട്ട് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ ആരും കമന്റ്സ് ഇടാതിരുന്നാൽ മതി. ആരും ഞാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യത്തിനെ പറ്റി എന്തിനാണ് എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കമന്റ്സ് ചെയ്യുന്നത്? അതുപോലെ തന്നെ എന്തിനാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്? അതിന് ആവശ്യമില്ലല്ലോ. അതെ, ഞങ്ങൾ ഫോട്ടോ വെച്ചിട്ട് എന്തിനാണ് തമ്പലൈൻ ഇടുന്നത്? അതിൻ്റെ ആവശ്യം തള്ളത് റീച്ച്. തമ്പലൈൻ ഇടുന്നത് അവർക്ക് പേയ്മെന്റ് കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് അവര് വീഡിയോസ് ഇടുന്നത്, മനസ്സിലാക്കണം. അവര് വീഡിയോസ് ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് എന്തിനാ എനിക്ക് അറിയില്ല, അത് നിങ്ങളാണ് ഊഹിച്ചെടുത്തോ എന്തിനാണെന്ന്. ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ ഇന്നലെ നമ്മളിത് പറയുമ്പോ എല്ലാവരും വിചാരിച്ചിട്ട് നമ്മളെന്തോ വലിയ നല്ല പുള്ളികളായിട്ട് വന്നിരുന്നിട്ട് ഇത് പറയണം. നമ്മളങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ ഒരു കൊല്ലം മുന്നേ നമ്മൾ ഈ സ്റ്റേജിലായിരുന്നു നിന്നിരുന്നത്. എല്ലാരും കൂടി നമ്മൾ സൈബർ പുള്ളി ആ സ്റ്റേജിൽ നമ്മൾ. പിന്നെ ചെറിയ കാര്യം പറയണ്ടേ, അവര് അങ്ങനെ വീഡിയോസ് ഇട്ടപ്പോ കുറെ പേര് അതിനിടെ ഇവര് ഉടായ്പ് കാണിക്കാണ്, ഇവര് വീഡിയോ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കാണെന്ന്. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ കണ്ടോ അവർ റീച്ചാക്കാൻ വേണ്ടി കാണിക്കുകയാണെന്ന്? ഇവിടെ അവരുടെ പ്രശ്നങ്ങൾ അവർക്കേ അറിയുള്ളൂ.
നിങ്ങളാണ് പറയാണ് എനിക്ക് സത്യം പറഞ്ഞ കീറും അങ്ങനെ കാണുമ്പോ. കാരണം നിങ്ങളുടെ ഫാമിലി പ്രശ്നം നിങ്ങൾക്ക് അറിയുള്ളൂ. ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഒരു ദിവസം ഒരാളെ കണ്ടില്ലെങ്കിൽ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാളെ കണ്ട് അവർ 10 കമന്റ് ഇട്ടു, അവർ 10 കമന്റ് ഇട്ടിട്ടും ആ കമന്റിനൊന്നും അവർ റിപ്ലൈ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കമന്റ്സിനെ നിങ്ങൾ ആദ്യം എന്താ മനസ്സിലാക്കാത്തത്? അത് അവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്, കമന്റ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അവര് ചാനൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാട്ടോ, ഇപ്പൊ ഞാൻ കാര്യം പറയാ, എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളത് ഇവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാണല്ലോ. അപ്പൊ ഞാൻ പറയാ, ഇപ്പൊ ആ കമന്റ്സിനകത്ത് പറയാണ്, നിങ്ങൾ കണ്ടോ അവര് മറ്റേ ഉടായ്പ കാണിക്കാണെന്ന്, കണ്ടോ? അങ്ങോട്ട് പറയാണ്, വെറുതെ ഇരുന്നിട്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് പറയാണ്, അവൻ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി വീഡിയോസ് ഇടുകയാണ്, അവൻ ചാനൽ ഇതാക്കാൻ വേണ്ടി ഇടുകയാണ്, അച്ഛനും അമ്മയും മക്കളും പാടെ ഇത് കാണിക്കുകയാണ്. എന്തിനാ അങ്ങനെയൊക്കെ പറയണ നിങ്ങള്? എന്തിനാ? അത് ഞാൻ അത്രയും അനുഭവിച്ച് വന്നതുകൊണ്ടാണ് എനിക്കത് കാണുമ്പോ എനിക്ക് പൊളിഞ്ഞു കയറാൻ തുടങ്ങും. കുഴപ്പമൊന്നുമില്ല, ഞാനത് നിങ്ങൾ പറഞ്ഞു മാത്രം. ആൾക്കാരുടെ ഒരു മനസ്സ് ഇത് പറയാണ് ഞാൻ. കാരണം ഇത് ഞാൻ ആരും കുറ്റം പറയുക അങ്ങനെ ഒന്നും അല്ല കേട്ടോ. പക്ഷെ പറയാ, ഇപ്പൊ ഇന്നലെ പ്രവീണിന്റെ വീഡിയോയിലിട്ട ആൾക്കാർ അതായത് അവന്റെ അനിയൻ എന്താ പറയാനുള്ളതെന്ന് പോലും കൂടി നിങ്ങൾ ആരും കേട്ടിട്ടില്ല. കാരണം മറ്റേ ഇപ്പൊ ഉദാഹരണം പറയണേ, തച്ചു അയ്യോ എനിക്കും ഇതേപോലെ ഗർഭിണിയായ അവരെന്നെ അടിച്ചു ഉന്തി എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ നമുക്കും ഭയങ്കര ഇതായിട്ടോ. പക്ഷെ പറയാ, അവർക്ക് പറയാനുള്ളതും കൂടി നമ്മൾ കേൾക്കണ്ടേ? കാരണം ഞാനും ഇതിൽ നിൽക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഇതേപോലെ തന്നെ വീഡിയോസും ചെയ്തിട്ട് മുന്നിലേക്ക് പോകുന്ന ആളാണ്. ഞാൻ പറയാണ്, അവർക്ക് പറഞ്ഞാൽ കേൾക്കട്ടെ. ഞാൻ വെയിറ്റിംഗ് ആണ്. ഞാൻ എന്തായാലും ഇനി അവരുടെ വീഡിയോ കറക്റ്റ് കാണും. കാരണം എനിക്കും ഒരു ഇതായി. കാരണം ഇപ്പൊ ഞാനിതിനെപ്പറ്റി 2-3 വീഡിയോ ഇട്ടതുകൊണ്ട് അതെന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ പറയാ, ആൾക്കാർക്ക് എപ്പോഴും ഒരു ത്വരയാണ്. എന്ത് അതെന്താണെന്ന് അറിയണം, കേൾക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതില് ഇറങ്ങി സംസാരിക്കാനോ ഇതാക്കാനോ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്ന പോലെ ഞാൻ എൻ്റെ അടുക്കളത്തെ വീഡിയോ ഇട്ടിട്ടാണ് മുന്നിലേക്ക് പോകുന്ന ആളാണ് ഞാൻ. എനിക്ക് മറ്റൊരാളുടെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ അതൊക്കെ താല്പര്യം. എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻസും കാര്യങ്ങളും ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ഇട്ടത്. അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ആൾക്കാരുടെ ചേഞ്ചുകൾ പറഞ്ഞാണ് ഞാൻ ഇവിടെ പോസിറ്റീവ് പറയണു, അവിടെ നെഗറ്റീവ് പറയണു. ഇവിടെ പോസിറ്റീവ് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് പറയുമ്പോൾ അപ്പം തന്നെ ഇവിടെ പോസിറ്റീവ് പറയണു. അങ്ങോട്ടും ഇങ്ങോട്ടും വളാന്ന് വർത്താനം പറയട്ടെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസ കിട്ടാനാണ്. ഓക്കെ, അപ്പൊ പല രീതിക്കുള്ള കണ്ടന്റും കാര്യങ്ങളും പല രീതിക്കും നമ്മൾ പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് വിടുക, അല്ലെങ്കിൽ മറ്റേ കാണാതിരിക്കുക. റെഗുലർ വ്യൂസ് ഉള്ള ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ ഒരാളെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കമന്റ് ചെയ്യും. ആ കമന്റ് ഇട്ടേനെ ആ ഒരു വ്യക്തി അല്ല, അതായത് ഇന്നാളെന്ന് പറഞ്ഞില്ല, ഏത് യൂട്യൂബറിന്റെ അടിയിലാണ് കമന്റ് ഇട്ട് അയാൾ അതിന് റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അയാൾക്ക് പറയാൻ താല്പര്യമില്ലാന്ന്. പിന്നെ എന്തിനാണ് ഒരു 1000 കമന്റ് ഇടുന്നത്? ഞാൻ പറഞ്ഞ പോലെ തെറ്റുണ്ടോ? ഇനി ഇതിന്റെ പിന്നിൽ എന്നെ കുറ്റം പറയാനും തെറി പറയാനും നെഗറ്റീവ് കമന്റ്സ് ഇടാനും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. നോ പ്രോബ്ലം, അറിയാലോ. നമുക്കിഞ്ഞിപ്പോൾ നമ്മളെ പിടിച്ച് എന്ത് രീതിക്കുള്ള കമന്റ്സ് ഇട്ടാലും ഞാൻ കുലുങ്ങില്ല, ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ വലിയ നെഗറ്റീവുകൾ കയറ്റി വന്ന ആളാണ് നമ്മളിവിടെ. പിന്നെയാണ് എനിക്കിതിവിടെ. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, ടാറ്റ. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്തായാലും അവരുടെ പ്രശ്നങ്ങളും എല്ലാം തീർന്ന് നല്ല രീതിക്ക് തന്നെ അച്ഛനും അമ്മയും മക്കളൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പോട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നല്ല രീതിക്ക് തന്നെ ആവട്ടെ. അപ്പോൾ ടാറ്റ ബൈ ഗൈസ്. എന്നെ ഇതിക്ക് വലിച്ചഴിക്കരുത്. എൻ്റെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് അവരെ കാര്യങ്ങൾ വന്ന് അവരുടെ നല്ല വേറെ ഒരാളുടെ കമൻസ് മുതൽ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ടാറ്റാ.